പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് ആദ്യമേ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് സുധി എന്നാണ്. എൻ്റെ ഹസ്ബൻഡാണിത് സജിത്ത്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ മകൾ ശിവഗംഗ കൃപ. ഞാനിവിടെ ആദ്യമായി വരുന്നതിന് വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ കാരണങ്ങളാൽ എനിക്ക് ഇങ്ങോട്ട് എത്തിപ്പെട്ടാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുമ്പോഴെല്ലാം എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ആൾ തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടങ്ങളും ബാധ്യതകളും കാരണം ആൾ വിദേശത്ത് ജോലിക്ക് പോയി ഒരു വർഷമായപ്പോഴേക്കും പെട്ടെന്ന് പുള്ളിക്ക് വയറിനൊരു അസ്വസ്ഥത വന്നു. ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്യണം, സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ആൾ പോകുന്നത് വിദേശത്ത് ഒരു ദ്വീപിലാണ്. അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും അത്ര ഇതല്ല. അത് കാരണം ആൾ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും എന്താണിത്, എന്തിനുള്ള കാരണം, ആളെ കണ്ടാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് സ്കാനും എൻഡോസ്കോപ്പി എല്ലാം ചെന്നപ്പോൾ അവിടെ ചെന്ന് കിട്ടിയ റിസൾട്ട് കേട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു മനുഷ്യത്വപരമില്ലാത്ത രീതിയിൽ ഞങ്ങൾ മുഖത്തുനോക്കി അതും കൂടെ പറഞ്ഞപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയെന്ന് ഞങ്ങൾ തകർന്നു പോയി. സത്യത്തിൽ അതിൽ പറഞ്ഞ ചെറുകുടലിൽ ഒരു ചെറിയ തടുപ്പുണ്ട്. അതെന്താണ്, അതിനുള്ള കാരണമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ബയോപ്സിക്കൊന്ന് വിടാം, ക്യാൻസറിൻ്റെ എങ്ങാനും തുടക്കമാണോ എന്നൊരു ഒരു തോന്നലുണ്ട് എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞു. കാരണം ഒരു വയറുവേദനയായി ചെന്ന് ഞങ്ങളത് കേട്ടത് തകർന്നു പോയി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞെന്നാൽ ശരി, ബയോപ്സിക്ക് വിടാം, റിസൾട്ട് എന്താണെന്ന് അറിയില്ല. അതും കേട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇത് എവിടെ പോകണം, ആരെ വിളിക്കണം, ആരാണ് ഒരു ആശ്രയം എന്നുള്ള ഒരു ചിന്തയും തോന്നലുമില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വെളുപ്പം കാലത്ത് അറിയില്ല ഇങ്ങോട്ടേക്ക് വരാൻ കൃപാസനം ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് പേര് വന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം സാക്ഷ്യം പറയുന്നതെല്ലാം മൊബൈലിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. പത്രവും എനിക്കിതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വരാൻ നോക്കിയിട്ട് സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ എന്തോ ഇവിടെ എത്തി താമസിച്ചാണ് ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് വന്ന ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിറങ്ങി. അപ്പോൾ ആദ്യമായിട്ട് വന്നതല്ല, ഈ റിസൾട്ടും കൊണ്ടാണ് വന്നപ്പോഴത്തേക്കിന് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം, അനുഗ്രഹിക്കുവാണെങ്കിൽ അസുഖങ്ങളൊന്നും വരില്ല, രക്ഷപ്പെടും എന്നൊക്കെ മനസ്സിലൊരു തോന്നൽ വന്നു. അപ്പോൾ അറിയില്ല. അപ്പോൾ ഇവിടെ കണ്ട ഒരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഓഫീസിലൊന്ന് കാണിച്ചു നോക്കുക, ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. ആദ്യമായിട്ട് വന്നൊരു ഉടമ്പടി എടുത്ത ഒരാളിനെ ഒരിക്കലും കാണാൻ പറ്റില്ല, ഇവിടെ വരത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണെന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞാൽ ആ റിസൾട്ടിൻ്റെ ഒരു കോപ്പി എടുത്ത് ഓഫീസിലൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് കാണിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് അപ്പോഴേക്കും ഒരു പച്ച ടോക്കൺ എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ചെല്ല്, ഇപ്പോൾ ഫാദർ പോകും, അതിനു മുമ്പ് കണ്ട് അനുഗ്രഹം മേടിക്കാം, പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. വിശുദ്ധ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു ചെറിയ കാശുരൂപം കയ്യിൽ കൊടുത്ത് ഞാനിവിടെ നിന്ന് എനിക്കറിയില്ല, ഞാൻ ഈ നടയിൽ നിന്ന് കരയുമായിരുന്നു. കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാണ്. ഇത് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റിസൾട്ടിലാണ് ഞങ്ങളെ ജീവിതം ഇരിക്കുന്നത്. എന്താണ്, ഒരു കുഞ്ഞില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് നടന്ന് അലഞ്ഞ് കടവും ബാധ്യതകളും കയറിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അത് അടുത്ത ഒരിത്, പിന്നെ ഞങ്ങൾക്ക് വേറൊരു ആശ്രയമില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇതുപോലെ അച്ഛനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മുമ്പ് വന്നിട്ടുള്ള പുള്ളിയുടെ ഒരു ചേച്ചി പറഞ്ഞു, അത് ആദ്യത്തെ സംഭവമാണല്ലോ, ആദ്യമായിട്ട് ഒരാൾ ഉടമ്പടി എടുത്ത ആളിന് ഇത് എങ്ങനെ സാധിച്ചു എന്നാ ചേച്ചി ഞങ്ങളോട് ചോദിച്ചത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു തടുപ്പേ ഉള്ളൂ, അല്ലാതെ അതിൽ വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആ റിസൾട്ടിന് ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞു. ആൾ 1 മാസത്തേക്കാണ് വന്നത്. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പോകില്ല, അല്ലെങ്കിൽ തിരിച്ചു പോകാമെന്ന്. ആ റിസൾട്ട് വന്ന് അത് അറിഞ്ഞതിന് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞ് ഉടമ്പടിക്ക് വേണ്ടുന്ന മെഴുതിരിയും എല്ലാം വാങ്ങി ഞാൻ പോയി. ഹസ്ബൻഡ് അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞ് പൈസ അയക്കുമ്പോൾ മാതാവിനെ വന്ന് കാണാം, ഇവിടെ വരെ വരണം. എൻ്റെ വീട് കൊല്ലം അഞ്ചലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരമാണ്, എന്നാലും സുഖമില്ലാത്ത അമ്മയായിട്ട് ഇവിടെ വരണം എന്നൊക്കെ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയ ആളാണ് ഞാൻ. എൻ്റെ ഉടമ്പടിയിൽ രണ്ടാമതായി ഞാൻ വെച്ചൊരു കാര്യം, ഞങ്ങൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഒരിക്കൽ ഞാനൊന്ന് പ്രഗ്നൻ്റായി. പക്ഷേ അത് 6 മാസമായപ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു 5 വർഷം 6 വർഷം ആവാറായപ്പോഴത്തേക്കിനും പിന്നെ ഇനി പോകാൻ സാമ്പത്തികമില്ല. നമ്മളെ കേരളത്തിലെ ചികിത്സാ രീതിയും പൈസയുടെ ചിലവൊക്കെ അറിയാമല്ലോ. അപ്പം ലാസ്റ്റ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് IVF ചെയ്യാൻ പറ്റുള്ളൂ,
ചെറിയ കുഴപ്പങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് IVF ചെയ്താൽ മാത്രമേ കുഞ്ഞാവും. IVF ചെയ്യണം, അതിൻ്റെ തുടർന്ന് പിന്നെ ബെഡ് റെസ്റ്റ് ആയിരിക്കും, അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം. ഇതിനൊന്നുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതാണ് അന്ന് ഗൾഫിൽ പോയത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. റിസൾട്ട് പറഞ്ഞ ആൾ 1 മാസമായപ്പം പോയി. 1 മാസം കഴിഞ്ഞ് ഉടമ്പടിയിലെ ചുരുക്കം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു. സമയ ചുരുക്കം അമ്മയുടെ. 1.5 മാസമായി ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കുവാണ് അമ്മയോട്. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി പ്രഗ്നൻ്റ് ആണോ അല്ലയോ. അങ്ങനെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കി. അമ്മയും ഞാനും മാത്രമേ അറിഞ്ഞോളൂ ഇത്. അതെനിക്ക് വിശ്വസിക്കാനും പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് ആളത് വിശ്വസിക്കുന്നില്ല, ചുമ്മാതായിരിക്കും. ഒരു മെഡിസിനോ, ഇത്രയും വർഷം മെഡിസിനും മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും ഇഞ്ചക്ഷനുകളും എല്ലാം കയറി മടുത്ത് കടവും കയറി ഇരുന്ന ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ സത്യത്തിൽ അറിയില്ല എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ അവിടെ അമ്മമാരനോട് കരഞ്ഞ ഹസ്ബൻഡിനോട് വിളിച്ച് ആ കാര്യം ഞാൻ പറഞ്ഞിട്ട് പുള്ളി വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നിയായിരിക്കും നീ ഹോസ്പിറ്റലിൽ പോയി നോക്ക്, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ആവത്തില്ല. ഞാൻ അല്ല, ഉടമ്പടിയിൽ വെച്ചതല്ലേ, ചിലപ്പോൾ അമ്മ പെട്ടെന്ന് ഉടമ്പടി എടുത്തിട്ട് 1 മാസമല്ലേ ആയുള്ളൂ, ചിലപ്പോൾ ആയിരിക്കത്തില്ല, നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മാഡം സ്കാൻ ചെയ്തു, അമ്മനെ പ്രഗ്നൻസിയാണ്, യൂട്രസിൽ തന്നെയാണ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഏജ് 30 ആയത് കാരണം പേടിയാണ്, കുഞ്ഞിന് വല്ല പ്രശ്നങ്ങളുള്ള കുഞ്ഞായിരിക്കുമോ, എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും, ഇനി ബെഡ് റെസ്റ്റ് ആയിരിക്കുമോ എന്നത്. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തൈലവും ഉപ്പും തേനും എനിക്കറിയില്ല അതെന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ രാവിലെയും വൈകുന്നേരം പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ തന്നെ 3 മാസം എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഉടമ്പടി പുതുക്കാൻ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, ഇത്രയും ദൂരമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയിൽ 9 മാസവും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും രാവിലെ പ്രാർത്ഥിക്കുകയും തൈലം വയറ്റിൽ പുരട്ടുകയും ചെയ്യുമായിരുന്നു. 1 നുള്ള് ഉപ്പെങ്കിലും 1 ദിവസം കഴിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മാസം തികഞ്ഞ് എന്നെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് ഈ ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഒന്നും വന്നില്ല. ആളിവിടെ നിൽപ്പുണ്ടല്ലോ, നല്ല ആരോഗ്യത്തോടുകൂടി തന്നെയാണ്. പിന്നെ ഇന്ന് വരെ ഒരു ആഹാരത്തിനോട് അത് കഴിക്കാനോ, സാധാരണ അന്ന് അങ്ങനെ വന്ന പുള്ളിക്ക് എരിവോ പുളിവോ ഉപ്പോ ഒന്നും കഴിക്കരുതെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷേ ആളെല്ലാം കഴിക്കും, ഒരു കുഴപ്പം വന്നില്ല. അവിടെ ഗൾഫിലാണെങ്കിൽ ഉപ്പും ഉടമ്പടി തൈലവും തേനും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞായി ഇപ്പോഴാണ് ഇവിടെ വരാൻ സാധിച്ചത്. കുഞ്ഞിനിപ്പോൾ 6.5 മാസമായി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തന്നത് എൻ്റെ അമ്മ മാതാവ് തന്നെയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി പത്രവിതരണം ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്കൊരു മടിയായിരുന്നു, കാരണം ഞാനൊരു ഹിന്ദുവാണ്. അപ്പം ഞാൻ ഈ പത്രം കൊണ്ട് വിതരണം ചെയ്യുമ്പോൾ ചിലർക്ക് വാങ്ങാനോ, ഹിന്ദുക്കളായ ആളുകൾ വാങ്ങാൻ മടിക്കുമായിരുന്നു. പക്ഷേ ക്രൈസ്തവരെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ അഞ്ചലെന്ന് പറയുമ്പോൾ ഇത്രയും ദൂരമായത് കാരണം ഇവിടം വരെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അന്ന് ഉടമ്പടിയിൽ ഇരിക്കെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണ്, 1.5 മാസമായി എനിക്ക് വയറുണ്ട്. അപ്പോൾ ചിലർ ഈ പത്രം വാങ്ങാൻ മടിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ വയറ് തന്നെ കാണിച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉടമ്പടി എടുത്ത് അമ്മയോട് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണിത്. അങ്ങനെയുള്ളപ്പോൾ ഈ പത്രം നിങ്ങൾക്കും വാങ്ങാം, നിങ്ങൾക്കും വിശ്വസിക്കാം, നിങ്ങൾക്കും അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ അന്നദാനത്തിന് അന്ന് ആ സമയത്ത് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അന്നദാനത്തിനുള്ള പൈസ ഇങ്ങനെ വയോജനങ്ങളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ സംഭാവന പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ അന്ന് സാധിക്കുകയുള്ളായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡ് രാവിലെയും വൈകുന്നേരവും കേൾക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ വിശ്വാസ പ്രമാണം എനിക്ക് എപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും ഞാനത് എപ്പോഴും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. പിന്നീടായപ്പോൾ അത് കാണാപ്പാടമായി മാറുകയും ചെയ്തു. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഉടമ്പടി ഒരു പുതുജീവനിലേക്കുള്ള ഒരു വിളിയാണ്. ദൈവകൃപയുടെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ശരത്കാല വൃഷ്ടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പലപ്പോഴും നാം ജീവിതത്തിൽ വരണ്ട നാളുകളിലൂടെ, അതായത് വരൾച്ചയുടെ നാളുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. കുടുംബ പ്രശ്നങ്ങളാവാം, കുഞ്ഞില്ലായ്മയാവാം, ജോലി ഇല്ലായ്മയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ എന്തു തന്നെ ആയാലും ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും വിശ്വാസ ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. വിശുദ്ധിയിലേക്കുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള വാതിലാണ് ഉടമ്പടി ജീവിതം നമുക്ക് തുറന്നു നൽകുന്നത്. ഉടമ്പടിയിൽ ജീവിതത്തിൻ്റെ വരണ്ട ഭൂമിയിൽ അനുഗ്രഹത്തിൻ്റെ നിലമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ
കാരുണ്യവും സ്നേഹവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നിരാശയിൽ പ്രത്യാശയും, രോഗാവസ്ഥയിൽ സൗഖ്യവും, ഒന്നുമില്ലായ്മയിൽ നമ്മുടെ കുറവുകളിൽ നിറവാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നാം കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് സുധി സജിത്തും കുടുംബവും നമ്മളോട് പങ്കുവച്ചത്. ഹസ്ബൻഡിന് രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്ട്രൈറ്റ് അവേ ഡോക്ടർ പറഞ്ഞത് ചെറുകുടലിലെ തടിപ്പ് ഒരുപക്ഷെ എന്തെങ്കിലും രോഗമായിരിക്കാം. അത് കേട്ടപ്പോൾ തന്നെ ഈ കുടുംബം തകർന്നു പോയി. സ്കാൻഡ്, എൻഡോസ്കോപ്പിയുടെ കോപ്പിയുമൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. റിസൾട്ടിലൊന്നും കാണരുതെന്നും നല്ലതായിരിക്കണമെന്നുമാണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചത്. വന്നപാടെ മരിയൻ ഉടമ്പടി എടുത്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എങ്ങനെയോ ഇവർക്ക് വന്നപ്പോൾ തന്നെ അച്ഛനെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചു. അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അച്ഛൻ സൈത്തും നൽകി പ്രാർത്ഥിച്ചു. അതിനുശേഷം മടങ്ങിപ്പോയി. എന്നും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പവുമില്ല. അതിന് നന്ദി പറയുന്നു. പിന്നീടാണ് 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥയിൽ തകർന്നുപോയ നിമിഷത്തിൽ കുഞ്ഞുമില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. കടം മാത്രം ബാക്കി. പക്ഷെങ്കിൽ ഒരു ഫലവുമില്ല. പല ട്രീറ്റ്മെൻറ്റിലും നല്ല എക്സ്പെൻസീവ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിനെല്ലാം പണം മുടക്കി. ഒരു പ്രാവശ്യം കുഞ്ഞ് അബോർഷനുമായി. പിന്നീട് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് വീണ്ടും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഉടമ്പടി എടുത്ത് 1.5 മാസത്തിനുള്ളിൽ ഈ മകള് പ്രഗ്നൻ്റ് പോസിറ്റീവായിട്ട് റിസൾട്ട് കണ്ടു. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. 8 വർഷവും 10 വർഷവും 7 വർഷവും ഒന്നും അമ്മയ്ക്ക് കുഴപ്പമില്ല. കാരണം കാനായിലെ വിവാഹ വിരുന്നിലെ കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞാണ്, അവരുടെ ആവശ്യവുമായിട്ടാണ് പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് ഈശോയുടെ അടുക്കൽ പോയത്. അവർക്ക് വീഞ്ഞില്ല. നമ്മുടെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടാണ് അമ്മ ഈശോയുടെ അടുക്കൽ പോയത്. ഈശോ അന്നേരം പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്നാണ്. അപ്പോൾ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. സമയമാകാത്ത സമയം ആക്കിയത് അമ്മയാണ്. അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ പറയുന്നത് ചെയ്യുമ്പോഴാണ് ആ സമയമാകാത്ത സമയമാക്കി തരുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും 7 വർഷമായിട്ട് കുഞ്ഞില്ലായിരുന്നു. പ്രാർത്ഥിച്ച് വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് വെറും 1.5 മാസം കൊണ്ട് ഒരു മരുന്നും കൂടാതെയാണ് ഈ മകൾ നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആയത്. ഇവിടെയും ഈശോയുടെ മമ്മിയുടെ ഒരു വലിയ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 7 വർഷത്തിനുള്ളിൽ ഈ മകൾ പ്രഗ്നൻ്റ് ആകാമായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൃപയാലാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഈ മകൾക്ക് ഈ കൃപ ലഭിച്ചത്, ഈ അനുഗ്രഹം ലഭിച്ചത്. ഈ കുഞ്ഞിനെ നൽകി ശിവഗംഗ കൃപ എന്ന മകളെ നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അവിടെയെല്ലാം ഈശോയുടെ ഒരു കൃപ വന്നപ്പോഴാണ് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി IVFന് പോകണമെന്നായിരുന്നു ലാസ്റ്റ് ഡോക്ടർ നൽകിയ സജഷൻ. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതകളും കാരണം IVFന് പോയില്ല. പിന്നീട് ഉടമ്പടി തൈലം മാത്രമാണ് കയ്യിലുള്ളത്. എന്നും വയറ്റിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് ഇന്ന് ശിവഗംഗാ കൃപയുമായിട്ട് അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഈ കുടുംബം വന്നിരിക്കുന്നത്. ഈ ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.